നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ പുതിയ സർക്കാരിൻ്റെ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞു. ഈ ബഡ്ജറ്റിൽ നമുക്ക് അറിയാവുന്നതുപോലെ ഇവിടെ BJPക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത് പുറത്തേക്കിറക്കിയ ബഡ്ജറ്റാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. നമുക്കറിയാം ഇവിടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ഇപ്പോൾ നിലവിൽ BJPക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആ പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാൻ പോവുകയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സംശയിക്കുക എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ പേരിലുണ്ടായിരുന്ന അതിൻ്റെ പേര് മാറ്റി പുതിയൊരു പേരിലും ഭാവത്തിലുമൊക്കെയാണ് ഈ പുതിയ സർക്കാർ, അതായത് കഴിഞ്ഞ നമ്മുടെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിയ സമയത്ത് ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടിയിരുന്ന രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇവിടെ മിണ്ടാതിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അങ്ങിങ്ങായി അവിടെ ഇവിടെയൊക്കെ ചില പ്ലക്കാർഡുകൾ ഉയർത്തി എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ സമരം ഉണ്ടായില്ല, വലിയൊരു പ്രക്ഷോഭം ഉണ്ടായില്ല. അതോടൊപ്പം കേന്ദ്ര പ്രതിപക്ഷ നേതാവായിരുന്ന രാഹുൽ ഗാന്ധി ആ സമയത്തുണ്ടായിരുന്നത് ജർമ്മനിയിലെ BMW ഷോറൂമിലോ ഫാക്ടറിയിലോ മറ്റോ ആയിരുന്നു. അവിടെ വണ്ടി ഓടിച്ച് കളിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇവിടെ വരുമ്പോൾ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ കേന്ദ്രം വിജ്ഞാപനം ചെയ്യുന്ന, അതായത് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിലെ വനിതകളിലെ ഒരു സ്ത്രീ ശാക്തീകരണ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ അവർക്ക് നിശ്ചിതമായി തൊഴിൽ ദിനങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഒരു മാസം 100 ദിന തൊഴിൽ ദിനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊഴിൽ ദിനങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു രീതി നമ്മുടെ കേരളത്തിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ തൊഴിൽ ദിനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെയുള്ളവരിലേക്ക് ഒരു നിശ്ചിത വേതനം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്കൊരു ചെറിയ തുക അവരുടെ കയ്യിലേക്ക് എത്തുന്നു. അപ്പോൾ ജോലി എടുക്കുന്നുണ്ട്, ആ ജോലിക്കുള്ള കൂലിയും അവർക്ക് ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ്. ശരിക്കും പറഞ്ഞാൽ അത് UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഇവിടെ ഉണ്ടായത്. എന്നാൽ പിന്നീടാണ് അതിപ്പോൾ മാറി പേരൊക്കെ മാറ്റി പുതിയ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വരുമ്പോൾ പണ്ട് ഉണ്ടായിരുന്നതിൻ്റെ അപ്പുറത്തേക്ക് 75-25 എന്ന് പറയുന്ന ഒരു ശതമാനക്കണക്കിൽ നിന്ന് മാറി 40-60 എന്ന് പറയുന്നത്, അതായത് 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരും ഈ കൂലി വഹിക്കണം എന്നുള്ളതാണ്. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ, കേരളത്തിൽ ഇപ്പം എനിക്ക് തോന്നുന്നു മാക്സിമം തൊഴിൽ ദിനങ്ങൾ കൊടുക്കുന്നതിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം, അതായത് 100 ദിനം തൊഴിൽ ദിനം എന്ന് പറയുന്നതിന് ക്രൈറ്റീരിയ കൊണ്ടുപോകുന്ന സംസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനത്താണ് കേരളമുള്ളത്. കഴിഞ്ഞുപോയ സർക്കാർ ഇതിനുവേണ്ടി എന്തൊക്കെ പ്രവർത്തിച്ചു എന്നുള്ള കാര്യവും നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ ഇപ്പോൾ നമുക്ക് വേണ്ട തുകയുടെ ഏകദേശം 2090.96 കോടി രൂപയാണ് നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഇതിനായി വേണ്ടത്. എന്നാൽ ഇവിടെ നമുക്ക് ഇപ്പോൾ നമുക്ക് അനുവദിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പുതിയ ബഡ്ജറ്റിൽ വെറും 1400 ചില്ലുവാനും കോടി രൂപ മാത്രം, കറക്റ്റായിട്ട് പറഞ്ഞാൽ 1422.60 കോടി രൂപ മാത്രമാണ് ഇത്തവണ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം അത്ര ദരിദ്രമായ സ്ഥിതിയിലല്ല എന്നുള്ളത് നമുക്കറിയാം. അതായത് മറ്റ് സംസ്ഥാനങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ കേന്ദ്ര വിജ്ഞാപനം അനുസരിച്ചുള്ള ക്രൈറ്റീരിയയിൽ നിന്ന് നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ തൊഴിൽ ദിനങ്ങൾ സ്വാഭാവികമെന്നോണം നമ്മുടെ കേരളത്തിൽ കുറയാനുള്ള സാധ്യതകളുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കിക്കോളൂ, കേരളം എങ്ങനെയാണ് തൊഴിൽ ദിനങ്ങൾ പരിഷ്കരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2023-24 കാലഘട്ടത്തിൽ കേന്ദ്രം പറഞ്ഞിരുന്നത് വെറും 6 കോടി തൊഴിൽ ദിനങ്ങൾ ആയിരുന്നുവെങ്കിൽ ഇവിടെ കേരളത്തിൽ അന്നുണ്ടായിരുന്നത് 10.5 കോടി തൊഴിൽ ദിനങ്ങളായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. പിന്നീട് 24-25 വർഷത്ത് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് 6 കോടി ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ നൽകിയത് 9.07 കോടി ആയിരുന്നു. അപ്പം നിലവിലിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് 5 കോടിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് 5.353 കോടിയാണ് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. അപ്പം ഈ രീതിയിലാണ് തൊഴിൽ ദിനങ്ങൾ നമ്മുടെ കേരളത്തിൽ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് വരുന്ന തുക ഓരോ വർഷം എടുത്ത് പരിശോധിക്കുമ്പോഴും കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന തുകയിൽ കാര്യമായ കുറവ് സംഭവിക്കുന്നു. അതായത് 2022-23 എന്ന് പറയുന്ന വർഷത്തിൽ നമുക്ക് ലഭിച്ച തുക 3854 കോടി രൂപയായിരുന്നു. എന്നാൽ തൊട്ടടുത്ത വർഷം 25-26 എന്ന് പറയുന്ന കണക്കിലേക്ക് എത്തിയപ്പോൾ എത്ര വരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വെറും 2827 കോടി രൂപ എന്നുള്ള കണക്കിലേക്കാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് വരുന്നത്.
അപ്പോൾ നിലവിൽ 60-40 എന്ന് പറയുന്ന ഒരു ശതമാനക്കണക്ക് നമ്മുടെ മുന്നിലുള്ളപ്പോൾ 40% കേരളം വഹിക്കുന്നു. അത് ഏകദേശം 1400 കോടിക്ക് മുകളിൽ വരും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ 2000 കോടിയോളം തുക വരുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറവ് വരുമ്പോൾ സ്വാഭാവികമായും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ തൊഴിൽ ദിനങ്ങൾ ഇവിടെ കുറയ്ക്കേണ്ടി വരും. അതായത് നമ്മൾ 125 വരെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 100 മുതൽ 125 വരെ തൊഴിൽ ദിനങ്ങളാണ്. പക്ഷെ നമ്മൾ അതിൽ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ കണക്കിലെടുക്കുമ്പോൾ ഈ തുക, നമ്മൾ മുടക്കുന്ന ഈ തുക എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അത് കുറയ്ക്കേണ്ടി വരുന്നു. സ്വാഭാവികമെന്നോണം തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കുന്നു. ഇത് ആരെ ബാധിക്കും? ഈ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതിനാരാണ് വഴിവെച്ചു കൊടുക്കുന്നത്? നമ്മുടെ സംസ്ഥാന സർക്കാരാണ് വഴിവെച്ചു കൊടുക്കുന്നത്. കഴിഞ്ഞ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ കാലത്ത് അതിനുവേണ്ടി പ്രത്യേകമായി നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാരുമായി കോടതി വ്യവഹാരം വരെ നടത്തുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാരിന്. എന്നാൽ അതെല്ലാം വിട്ടു മാറിക്കൊണ്ട് ഇപ്പോൾ നമുക്കറിയാം, പൂർണ്ണമായും ഒരു NDA-യോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് സത്യത്തിൽ ഇവർ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ ഉദാഹരണം എന്താ? ഇപ്പം നമുക്ക് അറിയാം, യോഗ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും അതിനുവേണ്ടി യോഗം വിളിക്കുകയും ചെയ്യുന്നത് ഗവർണറാണ്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ഗവർണറാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് വിളിക്കുന്നത്. എന്നാൽ ഇതിനെതിരായി ഞങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ, പോട്ടെ നമ്മുടെ വലിയ നിലപാടുകളുടെ തമ്പുരാനെന്ന് രാജകുമാരനെന്ന് വിളിക്കുന്ന VD സതീശൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. അതോടൊപ്പം മറ്റൊരു കാര്യം നോക്കി, MG സർവകലാശാലയും ഇപ്പം മണ്ണുത്തിക്കര കാർഷിക സർവകലാശാലയിൽ അടക്കം ഗവർണർ നേരിട്ട് സെനറ്റ് അംഗങ്ങളെ നിയമിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. താൽക്കാലിക VC നിയമനത്തിൽ പോലും നമ്മുടെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നേ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധി മേടിച്ചുകൊണ്ട് വന്നതാണ് കഴിഞ്ഞ പിണറായി വിജയന്റെ സർക്കാർ. എന്നിട്ട് ഈ സർക്കാർ വന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു? തോന്നും പടിക്ക് സെനറ്റിലേക്ക് സംഘികളെ, അതും യോഗ്യത പോലും പരിഗണിക്കാതെ സംഘികളെ കുത്തിക്കയറ്റുന്ന സമീപനവും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നു എന്നുള്ളതും വിരോധാഭാസമായി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ കേന്ദ്രത്തിന് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുന്ന ഒരു ബഡ്ജറ്റായി തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോലും തുരങ്കം വയ്ക്കുന്ന തരത്തിലേക്ക് ബഡ്ജറ്റ് റിവൈസ് ചെയ്തിറക്കിയ ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് കാണേണ്ടി വരും. എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന് ഈ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നൽകിയത് വെറും വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു ഈ പ്രതിപക്ഷം എന്നുള്ള കാര്യം നമുക്കറിയാം. വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലമായിരുന്നു. ഇപ്പോഴും 110 ദിവസം കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ ഏകദേശം 100 ദിവസത്തിന് മുകളിൽ കഴിഞ്ഞിട്ടും ഇപ്പോഴും വയനാട് എന്ന് പറയുന്ന കുന്നംപറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. ഏകദേശം 3.25 ഏക്കർ വരും അത്. ആ 3.25 ഏക്കറിൽ അവിടെയുള്ള വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി 100 വീട് വെക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരുണ്ടായിരുന്നു കോൺഗ്രസ്. നമ്മളത് മറന്നു പോകരുത്. വയനാടുകാർക്ക് മറക്കാം, പക്ഷേ കേരളത്തിലെ ബാക്കിയുള്ള ജനത അത് മറന്നു പോകാൻ പാടില്ല. അതിനുവേണ്ടി അനുവദിച്ച തുക എവിടെയാണെന്ന് പോലും ആർക്കും ഒരു പിടിയില്ല. ഒരിക്കൽ സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC അധ്യക്ഷൻ, അദ്ദേഹം ഇപ്പം വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്. കറണ്ട് കട്ട്, ഇന്ദിരാ കട്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ദിരാ പവർ കട്ടെന്ന് പറഞ്ഞിട്ട് പുതിയ പവർ കട്ട് അവതരിപ്പിച്ച ഒരാളാണല്ലോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഒരു സേർട്ട് കൂടിൻ്റെ പുറയിൽ ഒരു കണക്കെഴുതി കൊണ്ടുവന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങളെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ട് പോയി. അത് നമ്മുടെ മുന്നിലുണ്ട്, കൃത്യമായ കണക്കുകളായിട്ട് നമ്മുടെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങളായി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ പോലും ആ അധികാരമില്ലാതിരുന്നിട്ട് കൂടി ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിൻ്റെ ശ്രേണിയിലേക്ക് എത്തിക്കുമ്പോൾ അവരെന്തൊക്കെ ചെയ്തു തരാതിരിക്കും എന്നതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ടിയിരുന്നത്. ദൗർഭാഗ്യവശാൽ നമ്മൾ ആരും അങ്ങനെ ചിന്തിച്ചില്ല. കാര്യം, ചിരിക്കാത്ത ഒരു മുഖ്യമന്ത്രിയെ ഇനിയും സഹിക്കേണ്ടതില്ല കേരളക്കാർ എന്ന് കേരളത്തിലുള്ളവർ ഒന്നിച്ചങ്ങ് തീരുമാനമെടുത്തുകൊണ്ട് ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ പിടിച്ചിട്ടപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നേ അദ്ദേഹത്തിന് ചിരിക്കാൻ മാത്രമേ അറിയൂ. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ കേരള ജനതയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് വേണ്ടത് എന്ന് പോലും അറിയില്ല. സ്ത്രീ സുരക്ഷ, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ വെറുതെ വെച്ച് വിളമ്പാൻ കഴിയും, വെറുതെ ഗീർവാണം മുഴക്കാൻ കഴിയും. പക്ഷേ ഇത് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെറുതെ കുറേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സൗജന്യ ബസ് യാത്ര അനുവദിച്ചാൽ മാത്രം പോരാ. എവിടെയാണ് നിങ്ങൾ പറയുന്ന ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഫണ്ട്, കൃത്യമായി അവർക്ക് കൂലി കൊടുക്കേണ്ട ഫണ്ട്? അർദ്ധപട്ടിണിക്കാരും പട്ടിണിക്കാരുമാണെന്നേ ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളത്. അവരുടെ തൊഴിൽ വേതനത്തിൽ പോലും കത്തിവെക്കുന്ന തരത്തിലേക്ക് സംസ്ഥാന സർക്കാരിന് മാറാൻ കഴിഞ്ഞുവെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ഇനിയുമുണ്ട് നമ്മുടെ മുന്നിൽ 4 വർഷം കഷ്ടപ്പാടിൻ്റെയും തീരാ ദുരിതത്തിൻ്റെയും തീരാ ദുഃഖത്തിൻ്റെയും ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.